ഞാൻ ഏറ്റവും ലാസ്റ്റ് ഇട്ട വീഡിയോ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്ത കുറച്ച് കവായി സ്റ്റിക്കേഴ്സിൻ്റെ ആയിരുന്നു. ആ വീഡിയോയിൽ എനിക്ക് വന്ന കമൻറ്റാണിത്. സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് നെയിം സ്ലിപ്പ് ഉണ്ടാക്കാമെന്ന്. എന്നാൽ പിന്നെ സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് നെയിം സ്ലിപ്പ് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു A4 ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. അതിനെ നിങ്ങൾ കാണുന്ന പോലെ ഒന്ന് മടക്കിയെടുക്കാം. നമുക്ക് ഒരു A4 ഷീറ്റ് വെച്ചിട്ട് 16 നെയിം സ്ലിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ ഞാനിപ്പോൾ ചെയ്യുന്നത് അങ്ങനെ ഓരോ പേപ്പറിലും ഓരോ നെയിം സ്ലിപ്പിലും 2 സ്റ്റിക്കേഴ്സ് കോർണറിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒന്ന് വലുതും ഒന്ന് ചെറുതാണ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. അതാണ് കുറച്ചുകൂടി ഭംഗി. മാത്രമല്ല നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ടാവും. അങ്ങനെ ഫുൾ നമ്മുടെ 16 പീസസിലും ഒട്ടിച്ചു കൊടുക്കാം. ദെൻ ബോർഡർ ഡിസൈനിങ് ആണ്. ബോർഡർ ഡിസൈനിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനിവിടെ 2 ടൈപ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ഡോട്ടഡ് ലൈൻസും പിന്നൊന്ന് കർവ്ഡ് ലൈൻസും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഏറ്റവും എളുപ്പം ഈ ഡോട്ടഡ് ലൈൻസ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നോർമലി നെയിം സ്ലിപ്പിൽ എന്തൊക്കെ ഉണ്ടാവുക, നെയിം, ക്ലാസ്, സബ്ജക്റ്റ്, സ്കൂള്, അത് അതിനുള്ളിൽ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇന്ന് രാവിലെ ജോലിക്ക് നിന്നപ്പോഴാണ് ഞാൻ ഈ കമൻറ്റ് കാണുന്നത്. സോ എൻ്റെ വീഡിയോയ്ക്ക് ആദ്യമായിട്ട് ഒരു റിക്വസ്റ്റായിട്ട് വന്നൊരു കമൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് ഇന്ന് തന്നെ അത് ചെയ്തിട്ട് വീഡിയോ ഇടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജോലി ചെയ്ത് വന്ന് ജസ്റ്റ് ഒരു അരമണിക്കൂർ മാത്രമേ ഞാനിത് ചെയ്യാൻ എടുത്തിട്ടുള്ളൂ. സോ നിങ്ങൾക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വെറും അരമണിക്കൂർ മാത്രം മതി. അരമണിക്കൂർ പോലും വേണ്ട സത്യത്തിൽ. അത്രയ്ക്ക് ഈസിയാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് കവായി സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ ക്യൂട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്കിതിൽ കളേഴ്സാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കളർ പേപ്പർ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ബോർഡറിൽ വേറെ കളർ യൂസ് ചെയ്താലും അടിപൊളിയാണ്.